ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സം ബ്രോക്കറിന്റെ റിവ്യൂവിനെ കുറിച്ചിട്ടാണ്. അതേപോലെ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഫണ്ട് എങ്ങനെ സേഫ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോസ് ചെയ്യാം, ഈ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. നമുക്ക് UPI ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ വഴി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫസ്റ്റ് വാണിംഗ് എനിക്ക് തരാനുള്ളത്, നമുക്ക് ഇന്ത്യയിൽ ഫോറക്സ് ബ്രോക്കേഴ്സ്, CFD ബ്രോക്കേഴ്സ് ട്രേഡ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. നമ്മളൊരു ഫോറക്സ് ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നുണ്ടാകാം മറ്റ് രാജ്യങ്ങളിലെ കൺട്രീസിലെ സർട്ടിഫിക്കേഷൻസ് ലൈസൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഞാൻ ലൈസൻസും കാര്യങ്ങളിൽ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതെല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എക്സം ബ്രോക്കറിലേക്ക് പോയിട്ടും അതേപോലെ ലൈസൻസിന്റെ സൈറ്റിലേക്ക് പോയിട്ടല്ല നിങ്ങൾക്ക് ഇത് വെരിഫിക്കേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എക്സം ബ്രോക്കർ 2009 ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ടുണ്ട്. അതേപോലെ ഒരു 190 രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ XNS നോക്കലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 190 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ഫോം ചെയ്തിട്ടുള്ളത് 2008 ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഇയേഴ്സിലാണ് ഈ ഒരു രണ്ട് കമ്പനികൾ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസും വെബ് വേർഷൻസ് എല്ലാം അവൈലബിൾ ആണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വീഡിയോസിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് പോയിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാം, അതേപോലെ ട്രേഡ് എങ്ങനെ എടുക്കാം, വിഡ്രോസ് എങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഡൗൺ സൈഡ് കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നുണ്ടാകുക. ഈ ഒരു പേജ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും ഗെറ്റ് 100% ബോണസ് അപ് ടു 100 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 ബോണസ് ആയിട്ട് 100% ബോണസും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമുക്ക് ആ ഒരു ഓഫറും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് മെയിൽ ID ഫില്ല് ചെയ്യാം. ഞാൻ ഇവിടെ എൻ്റെ ഒരു മെയിൽ ID കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ആ ഒരു പാസ്വേഡും കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം താഴെ കാണുന്നുണ്ടാവും. ഇവിടെ പാർട്ണർ കോഡിൻ്റെ ഒരു ഏരിയ ചോദിക്കുന്നുണ്ട്, പാർട്ണർ കോഡ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഏരിയയിൽ നിങ്ങൾ എൻ്റെ പാർട്ണർ കോഡ് കൊടുക്കുക. RK286 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിന് ശേഷം താഴെ കാണുന്ന ആ ഒരു കോളം ടിക്ക് ഇട്ടതിന് ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എക്സാമിൻ്റെ വെരിഫിക്കേഷൻ മെയിൽ നമ്മുടെ മെയിൽ ID യിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഏതാണ് മെയിൽ ID കൊടുത്തില്ല ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടാവും. നമുക്ക് അവിടെ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കാണുന്നുണ്ട്. അവിടെ വെരിഫൈ ഇമെയിൽ എന്നുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. എക്സാമിൻ്റെ മെയിൽ. അതിന് ശേഷം വീണ്ടും ക്രോം കൊടുക്കാം. അക്സെപ്റ്റ് ഓൾ കൊടുക്കാം. നമ്മുടെ വെരിഫിക്കേഷൻസും കാര്യങ്ങളും അതായത് അക്കൗണ്ടും കാര്യങ്ങളും ക്രിയേറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് അക്കൗണ്ടും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോയിട്ട് വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെരിഫിക്കേഷൻ അൺവെരിഫൈഡ് പറഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു OTP വരുന്നുണ്ട്. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെരിഫിക്കേഷൻസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ പോസ്റ്റ് കോഡ് വയ്ക്കുന്നുണ്ട്. പോസ്റ്റ് കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. എസ് കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഒരു ടിക്ക് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. നമുക്കിവിടെ 3 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഒന്ന് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. നമുക്കിവിടെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂ ഓൺ ദിസ് ഡിവൈസ് സ്മാർട്ട് ഫോൺ ടേക്ക് എ ക്ലിയർ പിക്ചർ ഓഫ് യുവർ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ടു ഓൺ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അലോ കൊടുക്കാം. ഞാൻ എൻ്റെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫേസിൻ്റെ വെരിഫിക്കേഷൻ അതായത് ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നമുക്ക് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണിക്കണം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. സെൽഫി എടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യു ഹാവ് സക്സസ്ഫുള്ളി അപ്ലോഡ് യുവർ ഡോക്യുമെന്റ്സ്, യു വിൽ റിസീവ് എ കൺഫർമേഷൻ ഇമെയിൽ ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു മെയിലും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻ കേസ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്തതിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ID അല്ലാന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ വെരിഫിക്കേഷൻ്റെ ഏരിയയിലേക്ക് ഒന്നും കൂടി നോക്കാം. ആ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം.
ആ ഒരു വെരിഫിക്കേഷൻ അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, പെൻഡിങ് ആണ്. ഇനി ആ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് മെയിലും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഈ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കണിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വെരിഫൈഡ് മറ്റിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ പ്രൊഫൈലിൻ്റെ ഐക്കണിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ഇവിടെ ഡെപ്പോസിറ്റ് വിഡ്രോസ് എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്കിവിടെ അക്കൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അക്കൗണ്ടിൻ്റെ സെലക്ഷനും കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ നമുക്കിപ്പോൾ ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഡെമോ അക്കൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, പേപ്പർ ട്രേഡും കാര്യങ്ങളെല്ലാം. റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം MT5 ചൂസ് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ 4 ടൈപ്പ് അക്കൗണ്ട്സ് ആണ് ഉള്ളത്. സ്റ്റാൻഡേർഡ്, മൈക്രോ, അൾട്രാ ലോ സ്റ്റാൻഡേർഡ്, ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് അൾട്രാ ലോ സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ചൂസ് ചെയ്യാം. ഞാനിവിടെ സ്റ്റാൻഡേർഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഫൈലിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡായിട്ടുള്ള ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഡെപ്പോസിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വിഡ്രോ ചെയ്യാം. ഏറ്റവും സേഫ് ആയിട്ടുള്ള നമുക്ക് ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. UPI വഴി വരുന്ന സമയത്ത് ഡിലേസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വിഡ്രോ ചെയ്യുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഡിലേസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇവിടെ UPI ചൂസ് ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു 5,000 റുപ്പീസാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, ആ ഒരു 5,000 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് $54 സംതിങ് ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. മിനിമം ഡെപ്പോസിറ്റ് 3,000 INR വരുന്നുണ്ടാകുക. ഞാൻ ഇവിടെ ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം കൺഫേം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ആ ഒരു പേജിലേക്കായിരിക്കും പോകുന്നുണ്ടാകുക. നമുക്ക് ആ ഒരു QR ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് UPIയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു UPI കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അവിടെ ആ ഒരു QR കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വേറൊരു ഫോണിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിയതിന് ശേഷം സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഫീച്ചർ, അതായത് നിങ്ങൾ ആ ഒരു സെയിം ഫോണിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടാണ് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറേഴ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചില ഡിലേസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എറർ കാണിക്കുന്നതിന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ വരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ട് സപ്പോർട്ട് ടീമിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഞാനിപ്പം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് സ്കാൻ ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് UPIയുടെ ഒരു ട്രാൻസാക്ഷൻ ID എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹിസ്റ്ററിയിൽ കാണുന്നുണ്ട് ഒരു 12 ഡിജിറ്റ് നമ്പർ. അതിവിടെ വന്നതിന് ശേഷം പേസ്റ്റ് ചെയ്യാം, വെരിഫൈ പേയ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡിൻ്റെ വാലറ്റും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ആ ഒരു ഫണ്ട് ഡെപ്പോസിറ്റിങ് പ്രോസസ്സ് ആയിട്ടുണ്ട്. നമുക്ക് മെയിലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഡെപ്പോസിറ്റ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു $54.91 കാര്യങ്ങളിലും ക്രെഡിറ്റ് ആയിട്ട് കാണും. നമുക്ക് നേരെ ഇനി ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കിവിടെ ഫണ്ട് ഡെപ്പോസിറ്റിൻ്റെ ഓക്കെ നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് ബോണസും കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ $54 ആയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 100% ഡെപ്പോസിറ്റ് ആയിട്ട് $109, അതായത് ഒരു $50 എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബാലൻസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇൻ കേസ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു $50 ലോസ് ആയ പോലും ബാക്കിയുള്ള 50 ഉപയോഗിച്ച് എനിക്ക് ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഫണ്ട് ഡെപ്പോസിറ്റ് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില സമയങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പാമിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. ചില QRൽ, അതായത് നമ്മൾ P2P ആണ് ചെയ്യുന്നുണ്ടാവും, വേറെ ഒരാൾക്കാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും, വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു സെയിം രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിലേസും സ്പാമും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റിന് ശേഷം വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാനിവിടെ EURUSD ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ചാർട്ടിലെ മറ്റ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിൽ അതേപോലെ ഇവിടെ നമുക്ക് ട്രേഡിങ്ങിൻ്റെ ലോട്ട് ക്വാണ്ടിറ്റി ഉണ്ട്, ലോട്ട് ഉണ്ട്. നമ്മൾ ലോട്ടിലായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാകുക. ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ്. ഏറ്റവും ഈസി ആയിട്ടുള്ളത് ലോട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ 1 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പിപ്പ് മൊമെൻറ്റം വരുന്ന സമയത്ത് നമുക്ക് $10 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകുക. 0.1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിപ്പ് മൊമെൻറ്റം വരുന്ന സമയത്ത് എത്രയായിരിക്കും കിട്ടുന്നുണ്ടാകുക? $1 ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകുക. 0.1 ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 1 സെൻറ്റ് ആയിരിക്കും പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാകുക. ഓക്കെ,
ഇപ്പം ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് 1 മിനിറ്റിലാണുള്ളത്. 5 മിനിറ്റ്സിലേക്ക് ഞാൻ ടൈം ഫ്രെയിം മാറ്റുന്നുണ്ട്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ബൈ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം പെൻഡിങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പെൻഡിങ് ഓർഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എത്രയാണ് പ്രൈസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ SL ആൻഡ് TP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ടാവും 0.01. ഞാനിപ്പോൾ എന്തായാലും മാർക്കറ്റ് പ്രൈസിലൊന്ന് ബൈ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റോപ്പ് ലോസും TP എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഡിങ് പ്രൈസ്, അതായത് പെർട്ടിക്കുലർ ആയുള്ള പ്രൈസും കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. SLയും കാര്യങ്ങളിൽ ഇവിടുന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ മാർക്കറ്റ് ഓർഡറിലാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 0.01 ലോട്ട് പ്ലേസ് ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും. ഞാൻ 0.01 ഒരു പ്രൈസ് ബൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ മോഡിഫൈ ആയിട്ടുണ്ട്. TP കൊടുക്കണമെന്നുണ്ടെങ്കിൽ TP ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ TP ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രെഡും കൂടി പ്ലസ് ആക്കിയതിന് ശേഷം, ഇപ്പം 1.6 ആണ് സ്പ്രെഡ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പ്രെഡും കൂടി പ്ലസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നമുക്കിത് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഇത് മെറ്റാ ട്രേഡർ ആയിട്ട് 5 ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ MT5 എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിനി വിഡ്രോ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ സെയിം ആ ഒരു പ്രൊഫൈലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വിഡ്രോ ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പം ക്രിപ്റ്റോ വഴിയാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു താഴെയുള്ള ഒരു ലോക്കും കാര്യങ്ങളും അൺലോക്ക് ആയിട്ട് വരുമായിരുന്നു. നമ്മൾ ഏത് വഴിയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു വഴി തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പം ക്രിപ്റ്റോ വഴിയാണെങ്കിൽ ബാങ്ക് വഴി വിഡ്രോ ചെയ്യരുത്, ക്രിപ്റ്റോ വഴി തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കുക. സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെലക്ട് ബാങ്ക് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പം ഡെപ്പോസിറ്റ് ചെയ്തത് കാനറ ബാങ്കാണ്. അപ്പോൾ കാനറ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. IFSC കോഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ IFSC കോഡ് കൊടുക്കാം. വിഡ്രോവൽ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ള വിഡ്രോവൽ എമൗണ്ട് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് തന്നെ വിഡ്രോ കൊടുക്കുന്നുണ്ട്. മിനിമം ഡെപ്പോസിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന $50 ആണ്. നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം എത്ര ടൈം എടുക്കുന്നുള്ളത്. ഞാൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സാമിൻ്റെ ഭാഗത്തു നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഫണ്ട് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട് $54.85. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര ടൈം എടുക്കും നമ്മുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ആകാൻ വേണ്ടി നമുക്ക് നോക്കാം. ഞാൻ ടൈമും കാര്യങ്ങളും നോക്കിയതിന് ശേഷം പറയാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 3:58 ആയിട്ടുണ്ട്. എപ്പോഴാണ് ആ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആകുന്ന ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും എക്സാം വഴി ചെയ്യാൻ പറ്റുന്നുണ്ടാകാം. നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് ബോൺസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പോൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ $100 ആണെന്നുണ്ടെങ്കിൽ $200 വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രേഡും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മളിപ്പം വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിഡ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്കിയുള്ള 50 ബാലൻസ് നമുക്ക് അവിടെ കാണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആ ഒരു കാര്യമായിരിക്കും നമുക്ക് അവിടെ കാണിക്കുന്നുണ്ടാകുക ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബോണസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഫണ്ട് വിഡ്രോയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ബാങ്കിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഞാൻ 5000 രൂപയായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് വിഡ്രോ ചെയ്ത സമയത്ത് ക്രെഡിറ്റ് ആയിട്ട് 4921 രൂപയാണ്. അതായത് ആ ഒരു കറൻസി റേറ്റിൻ്റെ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ടിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും വിഡ്രോവൽസിൻ്റെ ആ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് ഒരു 3:58 പേ ഔട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് 4:02 ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് 4:02, 4:03 ആ ഒരു ടൈമിന് ഓൾമോസ്റ്റ് ഒരു 5-6 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ ആ ഒരു വിഡ്രോവലും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് വിഡ്രോസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ സമയത്തും വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ചില ആൾക്കാർക്ക് കുറച്ച് ഡിലേ ആയിട്ടും അതേപോലെ എറേഴ്സും കാര്യങ്ങളെല്ലാം വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ P2P ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിലേസോ കാര്യങ്ങളോ അതേപോലെ എറേഴ്സോ കാര്യങ്ങളോ വരുത്താണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഡിലേ നല്ല രീതിയിൽ ആലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് സപ്പോർട്ടിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് വിഡ്രോൻ്റെ ഫസ്റ്റ് നോക്കാം. ചാറ്റ് സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്തും വിഡ്രോ ചെയ്തതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളോ വരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചാറ്റ് സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലൈവ് ചാറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹെൽപ്പ് സെൻറ്ററിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലൈവ് ചാറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വാട്സപ്പ് ചെയ്യാം, അതേപോലെ ലൈവ് ചാറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് MT5 ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ MT5 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.